ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ ചുവപ്പ് ശോഭയാൻ ഈ ന്യൂസ് കേരളം 24. എന്റെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജില്ലാ സമ്മേളനം നടക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. എന്ന് വെച്ചാൽ നാളെ എന്റെ കല്യാണം, ഞാൻ സ്ഥലത്ത് പോലും ഇല്ല, എനിക്ക് ഇങ്ങോട്ട് വരാൻ പോലും പറ്റത്തില്ല. അത്രയധികം സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്റെ നാട്ടിൽ ഇത് എന്റെ ബ്രാഞ്ചാണ്, എന്റെ ബ്രാഞ്ചിന്റെ പരിധിയിൽ വരുന്ന സംഭവം. അപ്പോൾ എനിക്ക് അത്രയധികം സന്തോഷമുണ്ട്. ഇത്രയും വലിയൊരു പരിപാടി ഇത് ആദ്യമായിട്ടാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ ഇതിനകത്ത് എനിക്കൊരു ഭാഗമാകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടം ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അങ്ങെത്തിരിക്കുന്ന ഫോട്ടോയിൽ എന്നെ ആദ്യമായിട്ട് എന്നെ അനൗൺസ് ചെയ്യിക്കാൻ കൊണ്ടുപോയ, എന്നെ അനൗൺസ്മെന്റിൽ അരങ്ങേറ്റം കുറിച്ചൊരു മനുഷ്യനാണ് അങ്ങേറ്റത്തെ ഫോട്ടോയിലിരിക്കുന്ന മോഹനസഖാവ്. അപ്പം എനിക്ക് അത്രയധികം സന്തോഷമുണ്ട് ഈ ഒരു നഗരിയിൽ നിൽക്കുമ്പോൾ. അതേപോലെ തന്നെ സങ്കടവും നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ഞാനിത്. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഓരോന്നും ഞാൻ ഇത്രയും നാളത്തെ എന്റെ സംഘടനാ കാലമാണ് ഞാൻ എന്റെ മനസ്സിലോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മാക്സിമം ഇവിടെയുള്ള കാഴ്ചകൾ ഇവിടെയുള്ള ഇതിനൊക്കെ ഒപ്പിയെടുക്കാന്നുള്ളതാണ് ഇപ്പൊ ചെയ്യുന്നത്. അതെ അതെ, എനിക്ക് ലൈഫ് ലോങ് ആലോചിച്ചിരിക്കാൻ, എനിക്ക് ലൈഫ് ലോങ് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ ഇവിടെ ഉള്ളത്, എന്റെ നാട്ടിൽ നടക്കാന്ന് പറയുന്നത്. ഞാൻ എന്റെ കല്യാണത്തിന് മുന്നോടിയായിട്ട് ഇവിടെ നടക്കുന്ന ഈ ഒരു ജില്ലാ സമ്മേളനത്തിന് എന്തായാലും നാളെ വരാൻ പറ്റത്തില്ല. അപ്പൊ ഇന്നേ വന്നിട്ട് ഈ ഒരു ഫോട്ടോ ഇതെല്ലാം കൂടെ ഒപ്പിയെടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിന്റെ ഇടയിലോട്ട് ഓടി ഇങ്ങോട്ട് വന്നത്. ഇന്ന് റിസപ്ഷൻ ആയിരുന്നു. നമ്മുടെ സഹാക്കൾ എല്ലാവരും കൂടെ ഇതൊരു വയനാടിന്റെ ഒരു ഉത്സവമാക്കി എടുത്തേക്കാണ് ഈ ഒരു ജില്ലാ സമ്മേളനം എന്ന് പറയുന്നത്. ഇത് പഴയ കാലത്തെ DYFI സഹാക്കള് കെട്ടിയത് 18 അടിയോളം വരുന്ന ഒരു അരിവാൾ ചുറ്റികയുടെ ഒരു ശില്പമാണിത്. പഴയ കാലത്തെ DYFI സഹാക്കള് നിർമ്മിച്ചതാണ്. അതേപോലെ തന്നെ ഇവിടെ പല സഹാക്കൾ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം ഇത് വയനാടിന്റെ തന്നെ വലിയൊരു ഉത്സവമായിട്ട് ഏറ്റെടുത്തേക്കാണ് ഈ ഒരു വയനാട് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം തന്നെ. എന്റെ പേര് ആയിഷ ബാബു, ഇവിടെ വയനാട് തന്നെ ഉള്ള ആളാണ്. ഈ നാടിനു വേണ്ടിയെല്ലാം മറന്ന ധീരനായകരെ, ചോര കൊണ്ടിതിഹാസം രചിച്ച ധീരസഖാക്കളെ, മറക്കുകില്ലൊരു നാളും ഞങ്ങൾ രക്തസാക്ഷികളെ. ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം. സ്വാഗതം പറഞ്ഞുകൊണ്ട് സമ്മേളനവേദി ഒരുങ്ങി. 2024 സമ്മേളനവേദി ഒരുങ്ങിയിരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ്. 1 മുതൽ 12 വരെ തീയതികളിലാണ് സമ്മേളനം നടക്കുക. മാഞ്ഞു പോകയോ, മാഞ്ഞു കൊല്ലം ജില്ലാ സമ്മേളനം കൊട്ടിയത്ത് ആദ്യമായി നടക്കുന്നതിൻ്റെ ആവേശത്തിലാണ് കൊട്ടിയം ഏരിയയിലെ മുഴുവൻ പാർട്ടി ഘടകങ്ങൾ. 10 ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് മയ്യനാട് പഞ്ചായത്തിലെ കൊട്ടിയം മയ്യനാട് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സംഘടനാപരമായ ഈ ചുമതലകളെല്ലാം നിർവഹിക്കപ്പെടുന്നത്. CPIMൻ്റെ ജില്ലാ സമ്മേളനം നടക്കുന്നു എന്ന ആവേശത്താൽ തന്നെ CPIMൻ്റെ ചരിത്രവും പോരാട്ട ചരിത്രങ്ങളും രേഖപ്പെടുത്തിയ കവാടങ്ങളും, അതോടൊപ്പം പാർട്ടിക്ക് വേണ്ടി നേതൃത്വ നിരയിൽ നിന്ന് മരണപ്പെട്ടു പോയ സഖാക്കളുടെ ആകെ ഓർമ്മ പുതുക്കുന്ന പടങ്ങളും, അതോടൊപ്പം ഈ സമ്മേളനം കാണാനും സമ്മേളനം വിജയിപ്പിക്കാനും വരുന്ന കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ പ്രതിനിധികൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിൽ ഈ CPIMൻ്റെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ ചുവപ്പിനോടുള്ള ആവേശവും വളർന്നു വരത്തക്ക തരത്തിലുള്ള ഒരു പൊതു സംവിധാനത്തിൽ ഉയർന്ന വേദിയും അനുബന്ധ സംവിധാനങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകമായി പതാക രാവിലെ ഉയരുമ്പോൾ ആ പതാകയ്ക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് റെഡ് വോളണ്ടിയർമാർക്ക് അണിനിരക്കാനുള്ള ഗ്രൗണ്ട്, പതാക ഉയർത്താൻ പ്രത്യേകം സജ്ജമായ വേദി, സമ്മേളന ഹാള്, അതോടനുബന്ധിച്ച് ഇവിടെ വരുന്ന സഖാക്കൾക്ക് സെൽഫി എടുക്കാനുള്ള അരിവാൾ ചുറ്റിക ഉൾപ്പെടെയുള്ള പോയിന്റുകൾ, വെള്ളച്ചാട്ടം, കവാടത്തിലേക്ക് കയർന്നു വരുമ്പോൾ CPIMൻ്റെ പോരാട്ട ചരിത്രങ്ങളെല്ലാം അറിയുന്ന തരത്തിലുള്ള കവാടത്തിലെ മുദ്രകൾ, പാർട്ടി നേതാക്കന്മാരുടെ ഫോട്ടോ ആലേഖനം ചെയ്ത അടയാളങ്ങൾ, അങ്ങനെ ജില്ലയിലെ പാർട്ടിയുടെ കരുത്ത് തെളിയിക്കുന്ന തരത്തിൽ കേരളത്തിൽ ഈ പാർട്ടിക്ക് വേണ്ടി സംഭാവന ചെയ്ത മുഴുവൻ നേതാക്കളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ചരിത്രപരമായ ഒരു സമ്മേളനമാക്കി മാറ്റുക എന്ന CPIM കൊട്ടിയം ഏരിയ കമ്മിറ്റിയുടെയും സംഘാടക സമിതിയുടെയും ഉത്തരവാദിത്വം മികവിൽ നിന്നാണ് ജില്ല കണ്ട ഏറ്റവും മികച്ച ജില്ലാ സമ്മേളനമാക്കി ഇതിനെ മാറ്റണം എന്ന ആഗ്രഹത്തോടു കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. നീളെ നീളെ പാടങ്ങളെല്ലാം കൊതിതുള്ളി നിൽക്കവേ, കൊതിതുള്ളി
നിൽക്കവേ തേന്മഴ തൂകാൻ പുൽക്കുളിർപ്പാകാൻ നീ വരില്ലിനി നീ വരില്ലിനി കടലിൽ നിന്നൊരു കുമ്പിൽ വെള്ളവുമായി കരിമൂകിൽ മാനത്തു വന്നു കടലിൽ നിന്നൊരു കുമ്പിൽ വെള്ളവുമായി കരിമൂകിൽ മാനത്തു വന്നു മിഴിനട്ടു നിന്നൊരൻ പാടത്തിൻ മാറിൽ അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ ഒരു കോടും കാറ്റിന്റെ കൈകളിൽ തട്ടി കരിമൂകിലെങ്ങോ പറന്നു ഒരു കോടും കാറ്റിന്റെ കൈകളിൽ തട്ടി കരിമൂകിലെങ്ങോ പറന്നു അവളുടെ വാർമുടി കെട്ടിൽ നിന്നൂർന്നു മഴവില്ലിൻ തേന്മലർവാനിൽ നല്ലൊരു നാളെ ഞങ്ങൾക്കായി തന്നു പോയവരെ ഈ നാടിനു വേണ്ടിയെല്ലാം മറന്ന ധീരനായകരെ ചോര കൊണ്ടിതിഹാസം രചിച്ച ധീരസഖാക്കളെ മറക്കുകില്ലൊരു നാളും ഞങ്ങൾ രക്തസാക്ഷികളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം ലാൽ സലാം ചത്താൽ കുഴിച്ചിടാൻ നാഴിമണ്ണില്ലാത്ത പട്ടിണിക്കാരുടെ പടനിരയിൽ രക്തവർണ്ണക്കൊടി താഴത്തിതാ ഞങ്ങൾ പുത്തനുഷസിന്റെ പോരാളികൾ ചത്താൽ കുഴിച്ചിടാൻ നാഴിമണ്ണില്ലാത്ത പട്ടിണിക്കാരുടെ പടനിരയിൽ രക്തവർണ്ണക്കൊടി താഴത്തിതാ ഞങ്ങൾ പുത്തനുഷസിന്റെ പോരാളികൾ. CPM ജില്ലാ സമ്മേളനത്തിന് സമ്മേളന വേദി ഒരുങ്ങി. ഡിസംബർ 9 മുതൽ 12 വരെ വയനാട് കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് സമ്മേളനം നടക്കുക. പോയി വിടത്തില്ല. അവളുടെ വാർമുടി കെട്ടിൽ നിന്നൂർന്നു മഴവില്ലിൻ തേന്മലർവാനിൽ മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ നീളെ നീളെ പാടങ്ങളെല്ലാം കൊതിതുള്ളി നിൽക്കവേ കൊതിതുള്ളി നിൽക്കവേ തേന്മഴ തൂകാൻ പുൽക്കുളിർപ്പാകാൻ നീ വരില്ലിനി നീ വരില്ലിനി കടലിൽ നിന്നൊരു കുമ്പിൽ വെള്ളവുമായി കരിമൂകിൽ മാനത്തു വന്നു കടലിൽ നിന്നൊരു കുമ്പിൽ വെള്ളവുമായി കരിമൂകിൽ മാനത്തു വന്നു മിഴിനട്ടു നിന്നൊരൻ പാടത്തിൻ മാറിൽ അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു മാരിവില്ലിൻ തേന്മലരെ
മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ ഒരു കൊടും കാറ്റിന്റെ കൈകളിൽ തട്ടി കരിമൂകിയിലെങ്ങോ പറന്നു ഒരു കൊടും കാറ്റിന്റെ കൈകളിൽ തട്ടി കരിമൂകിയിലെങ്ങോ പറന്നു അവളുടെ വാർമുടി കെട്ടിൽ നിന്നൂർന്നു മഴവില്ലിൻ തേൻ മലർവാനിൽ അവളുടെ വാർമുടി കെട്ടിൽ നിന്നൂർന്നു മഴവില്ലിൻ തേൻ മലർവാനിൽ മാരിവില്ലിൻ തേൻ മലര് മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ. പേരെന്താ? ന്യൂസ് കേരളം 24.